ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ സിറിയയിലേക്ക്, ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഇറാഖിലേക്ക് കേരളത്തിൽ നിന്ന് ലവ് ജിഹാദിൽപ്പെടുത്തി പെൺകുട്ടികളെ കൊണ്ടുപോയ ആ വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. വേണ്ടി വന്നാൽ പ്രണയത്തിന് വേണ്ടി പെൺകുട്ടികൾ ഇങ്ങനെ യാത്ര ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പ്രധാനപ്പെട്ട രണ്ട് എഴുത്തുകാർ പറയുകയാണ്. ഒരു എഴുത്തിന്റെ സിൻഡിക്കേറ്റുകൾ ഇവരെ സ്വാധീനിക്കുന്നുണ്ട്. കൃത്യമായ അജണ്ടയോടുകൂടി എഴുതപ്പെട്ടതാണോ രണ്ട് പുസ്തകവും എന്ന സംശയമുണ്ട്. ഈ രാജ്യങ്ങളിലേക്ക് ഇവിടെ നിന്ന് പെൺകുട്ടികൾ പോയിട്ടുണ്ടെന്നുള്ളതും അവർ തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നുള്ളതും അവരുടെ കാമുകന്മാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ ഈ തീവ്രവാദ സംഘടനകളുടെ ഭാഗമായിരുന്നു എന്നുള്ളതും വളരെ വ്യക്തമായ വസ്തുതയാണ്. ലവ് ജിഹാദ് ഉൾപ്പെടെ പറയുന്ന ഇത്തരത്തിലുള്ള ഗുരുതരമായ സാമൂഹ്യ പ്രശ്നങ്ങളെ സാമാന്യവൽക്കരിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ചില ന്യായീകരണങ്ങൾ നിരത്തുന്നു. അത് ഒരൊറ്റ സിൻഡിക്കേറ്റിൽ നിന്ന് പുറത്തു വരുന്നു. ഹരിത സാവിത്രിയുടെ എഴുത്ത് വളരെ മോശമാണെന്നും KR മീര ഒരു വലിയ നക്ഷത്രമാണെന്നും ഈ ഹരിത സാവിത്രി ഒരു പുൽക്കൊടിയാണെന്നുമാണ് രാധിക സി നായർ പറയുന്നത്. ഹരിതയെയും KR മീരയെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് മഹാത്മാഗാന്ധിയെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് പോലെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ കിടക്കുന്നു, മഹാത്മാഗാന്ധി എവിടെ കിടക്കുന്നു, നക്ഷത്രം എവിടെ കിടക്കുന്നു, പുൽക്കൊടിത്തുമ്പ് എവിടെ കിടക്കുന്നു. പുൽക്കൊടിത്തുമ്പിന് നിൽക്കാനൊരു നിലപാട് തറയെങ്കിലുമുണ്ട്, നക്ഷത്രം എയറിലാണ്. മീരയ്ക്കെതിരെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ആദ്യമല്ല, നന്നായിട്ട് എഡിറ്റ് ചെയ്താണ് വായിക്കാതിരുന്നത്. ഫാബ്രിക്കേറ്റഡ് പുസ്തകമാണ് ആരാച്ചാർ. മീരയെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷക്കാരാണ്. പക്ഷേ മീരയുടെ ചോപ്പിന് പച്ച നിറം കൂടുതലാണ്. ചൂരനാട്ട് നടന്ന കലാപത്തിലെ ഒരു നായകനായിട്ടുണ്ടായിരുന്ന ആളാണ് ചേലക്കാട്ടേത്ത് കുഞ്ഞിരാമൻ. വിപ്ലവകാരികളെന്ന് ഇടതുപക്ഷക്കാർ വിളിക്കുന്ന വ്യക്തികളുടെ ഭാര്യമാർ വ്യഭിചാരികളാണ് എന്ന് എഴുതി വെക്കുകയായിരുന്നു ആവേ മരിയ എന്ന് പറയുന്ന കഥയിൽ ഉണ്ടായിട്ടുള്ളത്.